ഇത്രയും മനം മയക്കുന്ന ഒരു സുന്ദര പുഷ്പത്തിനെ ആരാണാവോ ഭ്രാന്തിൻ്റെ അടയാളമാക്കി മാറ്റിയതെന്ന് ഞാൻ എപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്. മനോഹരമായ പല പ്രണയകാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത് ഹൃദയരക്തം കൊണ്ടാണല്ലോ. അത്രമേൽ പ്രണയാർദ്രമായി ഹൃദയം മുറിഞ്ഞു നീറിയിട്ടാവും നീ ഇത്രമേൽ ചുവന്നു തുടുത്തത്. ഹൃദയം മുറിഞ്ഞു നീറുന്നത് കാണാതെ നിന്നെ നോക്കി ഭ്രാന്തി എന്ന് വിളിച്ചവർക്കാണ് യഥാർത്ഥത്തിൽ ഭ്രാന്ത്. ആരവഗണിച്ചാൽ എന്താണ്, ഭഗവാന്റെ നേദ്യ പുഷ്പങ്ങളിൽ ഒന്നാവാൻ നിനക്ക് കഴിഞ്ഞില്ലേ? ഇത്രയുമൊക്കെ വീരചരിതം സൃഷ്ടിച്ച ചെമ്പരത്തി പൂക്കളിൽ ഒന്നിൻ്റെ ഹൃദയരക്തം ഇന്ന് ഞാൻ ഊറ്റി കുടിക്കാൻ പോവുകയാണ്. എനിക്കിത്തിരി വട്ടുള്ളത് കൊണ്ട് എനിക്ക് പറ്റിയ കൂട്ടാണ് ഇത്. പിന്നെ ചെമ്പരത്തി പൂവും ശംഖുപുഷ്പവും ഒക്കെ ഇതുപോലെ ചായയാക്കി കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ്. അരളിപ്പൂവ് പോലെ നമുക്ക് ആപത്തൊന്നും വരുത്തത്തില്ല കേട്ടോ. പിന്നെ ദിവസവുമുള്ള ഉപയോഗത്തെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. വല്ലപ്പോഴുമൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ശംഖുപുഷ്പത്തിൻ്റെ ചായ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെമ്പരത്തി ചായ പ്രമേഹവും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിക്കും.